ചെറുപ്പം മുതലേ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുമോ, ദൂരയാത്രയൊക്കെ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്നാലും ഇന്ന് എൻ്റെ 4-മത്തെയും 5-മത്തെയും രാജ്യത്തേക്കുള്ള പോക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മാറിക്കിടന്ന് തുടങ്ങി. പുതിയൊരു കൺട്രി വിസിറ്റ് ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണോ എന്നറിയില്ല, ഉറക്കമൊന്നും അങ്ങ് വന്നില്ല. അങ്ങനെ ഏർലി മോർണിംഗ് ആയപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. നേരെ ഹോട്ടലിലോട്ടാണ് പോയത്. എയർപോർട്ടിനടുത്ത് തന്നെയാണ് ഞാൻ ഹോട്ടലെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കാണാമായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നപ്പോൾ നല്ലോണം വിശന്നു. നേരെ പോയത് ഒരു ഒത്തൻറ്റിക് തായ് മീൽ കഴിക്കാനാണ്. അവിടുന്ന് നേരെ ഐക്കോൺസിയാം മാളിലേക്ക്. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് അഹാനയുടെ വ്ളോഗിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഐക്കോൺസിയാം മാളെന്ന്. പക്ഷേ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര വലുതായിരുന്നു. അതിൻ്റെ ബേസ്മെൻറ്റ് ഫുൾ ഓഫ് ഒരു മിനി ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവിടുത്തെ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മുടെ നാട്ടിലെ മാളുകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ മാളുകൾക്കൊക്കെ ഭയങ്കര ഭംഗിയുള്ള മാളാണ്. അവിടെ നേരെ പോയത് കുറേ നാളായിട്ട് ആഗ്രഹിച്ച മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാനാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു തായ്ലൻഡിലെ കംപ്ലീറ്റ് ദിവസം ഞാനത് കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും ടേസ്റ്റുള്ള മാങ്ങകളൊന്നും കിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ ആ മാംഗോ സ്റ്റിക്കി റൈസ് വയറ് നിറച്ച് കഴിച്ചിട്ട് നേരെ പോയതൊരു മൊനാസ്ട്രിയിലോട്ടാണ്. ഞാൻ ഇത്രയും രാജ്യത്ത് കണ്ടതിലെ ഏറ്റവും വലിയ മൊനാസ്ട്രിയാണ് കേട്ടോ അത്. ചിലപ്പോൾ വേറെ ഒരുപാട് മൊനാസ്ട്രീസ് ഉണ്ടാകാം, പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലുതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊനാസ്ട്രിയാണ്. ഒരുപാട് സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ഒത്തിരി മോങ്സും അവിടുത്തെ ഡിവോട്ടീസൊക്കെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ അതിനകത്ത് കയറാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കാണാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ്ലി കാണാൻ മാത്രമുള്ള കാഴ്ചകളുണ്ടായിരുന്നു. അവിടെ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. പുതിയൊരു രാജ്യത്ത് പോയി പുതിയ കൾച്ചറൊക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം അങ്ങനെ ഒരു ദിവസം മൊത്തം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. ബൈ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരാം.